നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ചെറുചേനം മസ്ജിദിൽ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഈദ് നമസ്കാരം നടന്നു. നിരവധി വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കാളികളായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ CC മുകുന്ദൻ MLA പ്രഖ്യാപനം നടത്തി. നവരശ്മി ബാലജന സഖ്യത്തിന്റെ 26ാം വാർഷികാഘോഷമായ നിറവ് 2025 സാംസ്കാരികോത്സവം വർണ്ണാഭമായി. ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ചാത്തുകുടം ശാസ്താവിന്റെ ഈ വർഷത്തെ പൂരങ്ങൾക്കുള്ള കൈവിളക്കുകൾ ഒരുങ്ങുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ചേർപ്പ് ചെറുചേനം മസ്ജിദിൽ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഈദ് നമസ്കാരം നടന്നു. നിരവധി വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കാളികളായി. ആമീൻ ഹുദവി നേതൃത്വം നൽകി. പ്രാർത്ഥനയ്ക്കു ശേഷം പരസ്പരം ആശ്ലേഷിച്ചും ആശംസകൾ കൈമാറിയും പ്രിയപ്പെട്ടവരുടെ ഖബറിടങ്ങളിലെ പ്രാർത്ഥനയും കഴിഞ്ഞാണ് വിശ്വാസികൾ മടങ്ങിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ CC മുകുന്ദൻ MLA പ്രഖ്യാപനം നടത്തി. ശുചിത്വത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ പദവികൾക്കുള്ള നടപടികളുമൊക്കെ തീരുമാനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ മേഖലകളിൽ എത്ര പേർ ഈ യോഗങ്ങളിൽ പങ്കെടുക്കുകയും ആവശ്യമായ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടാനും ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത്തരം കൂടുതൽ വനിതാ പ്രവർത്തകർ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ടായത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരും ജില്ലാ പഞ്ചായത്തും ആകമാനം തന്നെ മാത്രമല്ല സംഘടനകൾ, വ്യക്തികൾ, പൊതുസ്ഥാപനങ്ങൾ എല്ലാവരും വലിയ ശക്തിയോടുകൂടി ഇടപെടലോടുകൂടി മുന്നോട്ട് പോയിട്ടാണ് വലിയ ചാരിതാർത്ഥ്യത്തോടും ആഹ്ലാദത്തോടും കൂടി നമ്മൾ ഇന്ന് ഈ ദിനം മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രഖ്യാപനം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം മറ്റെല്ലാവരും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ ശോചനീയാവസ്ഥയാണ് നിലവിൽ മുന്നോട്ട് പോയി നിൽക്കുന്നത്. നമ്മളൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ആരാധിക്കുന്ന ഒരു വിഭാഗമാണ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ മികച്ച വാർഡുകൾക്കുള്ള പുരസ്കാരം CC മുകുന്ദൻ MLA സമ്മാനിച്ചു. മികച്ച വാർഡുകളായി യഥാക്രമം 20, 8, 13 വാർഡുകൾ കരസ്ഥമാക്കി. തുടർന്ന് മികച്ച വീടിനും സ്ഥാപനത്തിനും ഹരിത അയൽക്കൂട്ടത്തിനും ഹരിത വിദ്യാലയത്തിനും മികച്ച ഹരിത കർമ്മസേനയ്ക്കും മികച്ച ഹരിത ടൗണിനും മികച്ച ഹരിത പൊതുയിടത്തിനുമുള്ള സമ്മാനങ്ങളും MLA കൈമാറി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KV മുംതാസ് പഞ്ചായത്ത് തല പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ ഹസീന അക്ബർ, പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് സിന്ധുരാജൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ്, മെമ്പർമാരായ വിദ്യാ രമേശ്, PC പ്രഹ്ലാദൻ, ഉണ്ണികൃഷ്ണൻ, ശ്രുതി ശ്രീശങ്കർ, KB പ്രജിത്ത്, ജയ, അൽഫോൺസ പോൾസൺ, സുനിത ജിനു, ധന്യ സുനിൽ, സിനി പ്രദീപ്, പ്രിയലത പ്രസാദ് എന്നിവർ പങ്കെടുത്തു. നവരശ്മി ബാലജന സഖ്യത്തിന്റെ 26ാം വാർഷികാഘോഷമായ നിറവ് 2025 സാംസ്കാരികോത്സവം വർണ്ണാഭമായി. ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ലതിക ടീച്ചറുടെ പാട്ടുകൾ പലരും കേട്ടിട്ടുണ്ടെങ്കിലും അത് ആരാണ് പാടിയത് എന്നതിനെക്കുറിച്ച്
പലർക്കും അറിയുണ്ടാവില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അതെനിക്കൊരു വലിയ അത്ഭുതം തോന്നുന്നില്ല. കാരണം അത് ഞാനും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാനൊരു 600-ഓളം പാട്ടുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും 1-2 പാട്ടുകളൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് അറിയുന്നുണ്ടാവും. അത് അത്രയേ ഉള്ളൂ. കാരണം പലരും ഇപ്പം ഇന്ന ആളാണ് പാടിയത് അല്ല എഴുതിയത് എന്നൊന്നും അറിഞ്ഞുകൊള്ളുന്നില്ല പാട്ട് ആസ്വദിക്കുമ്പോൾ. ഒരർത്ഥത്തിൽ അത് സന്തോഷകരമായിട്ടുള്ള കാര്യം കൂടിയാണ്. കാരണം നമ്മളെ അറിയാതെ ഇന്ന ആളാണ് എഴുതിയത് അല്ലെങ്കിൽ ഇന്ന ആളാണ് പാടിയത് എന്നറിയാതെ ഒരു പാട്ടിനൊരു കലാസൃഷ്ടിയെ നമുക്ക് അപരിചിതരായിട്ടുള്ള ആളുകൾ അത് ആസ്വദിക്കുന്നു, അത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിലും അത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. മറിച്ചിപ്പോൾ പിന്നെ ഒരു ആളെ പരിചയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന ആൾ ഇപ്പോൾ റഫീഖ് എഴുതിയിട്ടുള്ളതാണ്, അപ്പോൾ റഫീഖിനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ റഫീഖിനോട് കുറേ കൂടി അടുപ്പ സ്നേഹമുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർ അയാളോടുള്ള ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ ആ പാട്ടിനെ നല്ലതെന്ന് പറയും. ഇതിപ്പോൾ നമ്മളെപ്പറ്റി യാതൊരു പരിചയമില്ലാത്ത, ആരാണ് എഴുതിയതെന്നറിയാതെ ആരാണ് പാടിയതെന്നറിയാതെ ഒരു പാട്ടിനെ ആളുകൾ സ്നേഹിക്കുമ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു കലാസൃഷ്ടിയുടെ ആസ്വാദനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം പിന്നണി ഗായിക എൻ ലതികയ്ക്ക് നൽകി ആദരിച്ചു. ഇപ്പോൾ ഇനി എനിക്കൊരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നൊക്കെ എല്ലാവരും ആശംസിക്കുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്, സന്തുഷ്ടയാണ്. കാരണം ഒരു നല്ല കാലഘട്ടത്തിൽ കുറച്ച് നല്ല പാട്ടുകൾ പാടാൻ കഴിഞ്ഞു. അത് നിങ്ങളെല്ലാവരും ഇപ്പോഴും ഓർക്കുന്നു, കേൾക്കുന്നു എന്നതാണ് എൻ്റെ സന്തോഷം. കാരണം ഇപ്പം ഈ കാതോട് കാതോരം അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പുഷ്പതൽപ്പത്തിൽ എൻ്റെ ആദ്യത്തെ പാട്ടാണ്. 76 പാടിയ പാട്ടാണ്. 50ാമത്തെ വർഷമാണ്. കാതോട് കാതോരം 40ാമത്തെ വർഷമാണ്. ഈ 40 വർഷവും നിങ്ങളെല്ലാവരും ഈ പാട്ടൊക്കെ കേൾക്കുന്നില്ല. അതൊക്കെ തന്നെയാണ് എൻ്റെ സമ്പാദ്യം. എല്ലാവരുടെയും സ്നേഹം ഞാനിപ്പോൾ ശരിക്കും ഇപ്പം എല്ലാവരും എന്നെ അറിഞ്ഞു വരുന്നുണ്ട്. അത് സന്തോഷമാണ്. ഞാനത് ആസ്വദിക്കുന്നു. എല്ലാവരും എന്നെ കാണുമ്പോൾ വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ എന്നോട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. സാംസ്കാരികോത്സവം കൺവീനർ KB പ്രമോദ് അധ്യക്ഷനായി. കാൽഡിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ TT പോൾ, ചേനം തരിശുപടവ് പ്രസിഡന്റ് ബിജു പണിക്കശ്ശേരി എന്നിവരെ കർമ്മശ്രേഷ്ഠ പുരസ്കാരവും മാസ്റ്റർ ജോസഫ് ആന്റണിയെ ബാലപ്രതിഭാ പുരസ്കാരവും നൽകി ആദരിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, സംഗീത സംവിധായകൻ നടേശ് ശങ്കർ, TT പോൾ മാസ്റ്റർ, KL ആന്റണി, KB പ്രസാദ്, PK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാതോട് കാതോരം സംഗീത നിശയും കലാ അരങ്ങും അരങ്ങേറി. ഗായകരായ എൻ ലതിക, എടപ്പാൾ വിശ്വനാഥൻ, റീന മുരളി, കിഷോർ കേശവ്, U ഉമേഷ് നായർ, പ്രദീപ് ചൊവ്വൂർ, മണികണ്ഠൻ കിഴക്കൂട്ട്, ഗൗരി നാരായണൻ, അക്ഷര മണികണ്ഠൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ചാത്തക്കുടം ശാസ്താവിന്റെ ഈ വർഷത്തെ പൂരങ്ങൾക്കുള്ള കൈവിളക്കുകൾ ഒരുങ്ങുന്നു. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ കൈവിളക്കിന്റെ ചുമതലയിൽ നേതൃത്വം നൽകുന്ന ചാത്തക്കുടം കണ്ണംകിഴി വീട്ടിൽ വിജയൻ, രംഗനാഥൻ പൂങ്കുന്നം എന്നിവരാണ് ശാസ്താവിന്റെ പൂരത്തിനും കൈവിളക്ക് ചുറ്റുന്നതിലും നേതൃത്വം വഹിക്കുന്നത്. കുറഞ്ഞത് 100 വർഷത്തോളം പഴക്കമുള്ള കൈവിളക്കുകളും നാഴികളുമെല്ലാം കഴുകി പോളിഷ് ചെയ്താണ് പൂരത്തിന് ഉപയോഗിക്കുന്നത്. 2 വീതം ഒറ്റപ്പന്തങ്ങളും മുപ്പന്തങ്ങളും 16 ആറുനാഴിപ്പന്തങ്ങളുമാണ് ക്ഷേത്രത്തിന് സ്വന്തമായി ഉള്ളത്. ശാസ്താവിന്റെ പൂരങ്ങൾക്കു വേണ്ടി മുല്ലമുട്ടിന്റെ ആകൃതിയിലാണ് കൈവിളക്ക് ചുറ്റി തയ്യാറാക്കുന്നത്. പുറപ്പാടിന് ശേഷം ഓരോ ദിവസത്തെ ഇടവേളയിൽ പെരുവനം പൂരം, പിടിക്കപ്പറമ്പ് പൂരം, ആറാട്ടുപുഴ പൂരം എന്നിവ നടക്കും. അതിനായി പുറപ്പാടിന് ശേഷം വീണ്ടും കൈവിളക്കുകൾ ഒരുക്കും. ശാസ്താവിന്റെ മുൻപിൽ കഴകം വാരിയർ ഒറ്റപ്പന്തം പിടിക്കും. ഒറ്റപ്പന്തത്തിന്റെ ചുറ്റൽ കഴകം വാരിയർ തന്നെ നിർവഹിച്ചു വരികയാണ്. ഒറ്റപ്പന്തത്തിന് പുറകിലായി ഒരു മുപ്പന്തവും കൂടെ 6 നാഴിപ്പന്തങ്ങളും ആനച്ചമയങ്ങൾക്ക് മിഴിവേകും. ചാത്തക്കുടത്ത് എണ്ണയിലാണ് പന്തം കത്തിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്നും പന്തം ചുറ്റുവാനുള്ള തുണികളെത്തിച്ച് അലക്കുകാരമിട്ട് പുഴുങ്ങി തുണിയുടെ പശയും കറയും കളഞ്ഞ് ഉണക്കി വയ്ക്കും. പന്തം നാഴിയും കാരവും പുളിയും സോപ്പ് പൊടിയും ഇട്ട് തിളപ്പിച്ച് വൃത്തിയാക്കിയെടുക്കും. ഒരു 6 നാഴിപ്പന്തം ചുറ്റാൻ 3 കിലോ തുണി ഉപയോഗിക്കും. ഓരോ പൂരങ്ങൾക്ക് ശേഷം രാത്രിയും പകലുമായി കൈവിളക്കുകൾ ചുറ്റി അവസാനിപ്പിക്കും. വാഹനങ്ങളും സൗകര്യവും ഒന്നുമില്ലാത്ത പഴയ കാലങ്ങളിൽ ചാത്തക്കുടത്തു നിന്നും ആളുകൾ ചുവന്നുകൊണ്ട് പോകാറുണ്ട്. ഇന്ന് പന്തം ചുറ്റലും പിടുത്തവും കരാറാണെങ്കിലും കൂടെ സഹായിക്കാനും നനയ്ക്കാനും നാട്ടുകാർ കൂടാറുണ്ട്.
ശാസ്താവിന്റെ തിരുമുൻപിൽ മുപ്പന്തം പിടിക്കുവാൻ ഭക്തർ വഴിപാടായി സ്വയം മുന്നോട്ട് വരാറുണ്ട്. പൂരം നടക്കുന്ന 4 മണിക്കൂറോളം കൈവിളക്കുകൾ കൃത്യമായ ഇടവേളകളിൽ നനയ്ക്കുന്നതും ശ്രദ്ധ ഏറെ വേണ്ട പ്രക്രിയയാണ്. കൈവിളക്കിന്റെ ശോഭയിൽ സ്വർണം മുക്കിയ ആനച്ചമയങ്ങൾ തിളങ്ങുന്നത് നയന മനോഹരമാണ്. കൊടിയേറ്റം ഏപ്രിൽ 3-നും തിരുവാതിര പുറപ്പാട് ഏപ്രിൽ 4-നുമാണ് നടക്കുക. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതി 8 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ളത്. 2 മാസത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിക്കുമെന്ന് CC മുകുന്ദൻ MLA. 2020-21 ബജറ്റിൽ 5 കോടി രൂപയും 2021-22 ബജറ്റിൽ 3 കോടി രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. 2 നിലകളിലായി 45 ഷോപ്പുകൾ, 2 കഫറ്റേരിയ, 2 ഹാളുകൾ തുടങ്ങിയവ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഡിസൈൻ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൈമാറിയിരുന്നു. സാങ്കേതിക അനുമതിയും ടെൻഡർ നടപടികളും വേഗത്തിൽ സ്വീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ 2 മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് MLA അറിയിച്ചു. മാലിന്യമുക്ത നവകേരളം ശുചിത്വ കേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി സ്നേഹതീരം ബീച്ച് പാർക്കിൽ ക്ലീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിൽ മാനേജർ AT നേന, DMC സൂപ്പർവൈസർ അസ്ഹർ PM, ടൂറിസം ലൈഫ് ഗാർഡന്മാരായ സ്മിനോ ജോയ്, ഹരീഷ്, ജീവനക്കാരായ ദേവരാജൻ, അമ്മിണി PA, രമണൻ, ലീലാകുമാരൻ, വിജിഷ, ആകാശ് എന്നിവർ നേതൃത്വം നൽകി. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിൽ പ്രധാന പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് NHലെ കക്കൂസ് മാലിന്യ നിക്ഷേപമാണ്. നാട്ടുകാരും പോലീസും പ്രതിഷേധിച്ചിട്ടും രംഗത്തെത്തിയിട്ടും കക്കൂസ് മാലിന്യം നിക്ഷേപിക്കുന്ന സംഘങ്ങൾ രാത്രിയുടെ മറവിൽ ഇത് തുടരുകയാണ്. ദേശീയപാത NH 544 കുട്ടനല്ലൂർ മുതൽ തല്ലൂർ വരെയുള്ള ഭാഗം പുത്തൂർ ഗ്രാമപഞ്ചായത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇവിടെ റോഡിനിരുവശവും പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രദേശമാണ്. ഈ ഭാഗങ്ങളിൽ വിജനമായ പാടശേഖരങ്ങളും ഒഴിഞ്ഞ പറമ്പുകളും ഉള്ളതിനാൽ പതിവായി കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യ നിക്ഷേപം നടക്കുന്നു. നിരന്തരം പോലീസ് പെട്രോളിംഗ് നടത്തിയും നാട്ടുകാർ സംഘടിച്ചും ഇതിനെതിരെ പ്രതിരോധിച്ചെങ്കിലും കക്കൂസ് മാലിന്യം നിക്ഷേപിക്കുന്ന സംഘങ്ങൾ രാത്രിയുടെ മറവിൽ ഇത് തുടരുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് കക്കൂസ് മാലിന്യം നിക്ഷേപിച്ച 2 വാഹനങ്ങൾ പിടിച്ചെടുത്ത് കണ്ടുകെട്ടുകയും 1 ലക്ഷം രൂപ പിഴ പഞ്ചായത്തിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. മാലിന്യം തള്ളുന്നത് തടയാനായി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഏകദേശം 50 ലക്ഷം രൂപ വകയിരുത്തി ഹൈവേ അതോറിറ്റിയുടെ അനുമതിയോടെ ദേശീയപാതയുടെ ഓരത്ത് വലിയ ഇരുമ്പുവേലിയും മാലിന്യ നിക്ഷേപം നടത്തുന്നവരെ പിടികൂടുന്നതിനായി NH ഓരത്ത് ഇടവിട്ട് സോളാർ AI ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി IEC പ്രചാരണ ബോർഡുകൾ ഇടവിട്ട് സ്ഥാപിക്കുകയും ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹൈവേയോരം സൗന്ദര്യവൽക്കരിക്കുന്നതിനായി ചുമർചിത്രങ്ങളും പൂച്ചെടികളും സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പുത്തൂരിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. മാർച്ച് 30-ന് പഞ്ചായത്ത് തല മാലിന്യമുക്ത നവകേരള പഞ്ചായത്തിന്റെ പ്രഖ്യാപനം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന 18 വയസ്സിൽ താഴെയുള്ളവർക്ക് വെങ്ങണിശ്ശേരി സൗജന്യ സേവന പരിശീലന കേന്ദ്രത്തിൽ വേനൽക്കാല ക്യാമ്പ് ആരംഭിക്കുന്നു. 10 ദിവസത്തെ ക്യാമ്പ് ഏപ്രിൽ 21-ന് ആരംഭിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 കുട്ടികൾക്കാണ് അവസരം. രജിസ്റ്റർ ചെയ്യാൻ 8310107492 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8425 രൂപ, പവന് 67400 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ചെറുചേനം മസ്ജിദിൽ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഈദ് നമസ്കാരം നടന്നു. നിരവധി വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കാളികളായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ CC മുകുന്ദൻ MLA പ്രഖ്യാപനം നടത്തി.
നവരശ്മി ബാലജന സഖ്യത്തിന്റെ 26ാം വാർഷികാഘോഷമായ നിറവ് 2025 സാംസ്കാരികോത്സവം വർണ്ണാഭമായി. ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ചാത്തുകുളം ശാസ്താവിന്റെ ഈ വർഷത്തെ പൂരങ്ങൾക്കുള്ള കൈവിളക്കുകൾ ഒരുങ്ങുന്നു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.